വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. ഇപ്പോൾ പെട്ടെന്നായിട്ട് ഇറങ്ങിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ട്രെയിൽസ് എന്ന് പറഞ്ഞ മോഡലിലെ വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നേക്കണത്. ബുള്ളറ്റ് ട്രെയിൽസിനെ പറ്റി പറയാൻ പോയാൽ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അതെന്ന് വെച്ചാൽ 1948 വേൾഡ് വാറൊക്കെ കഴിഞ്ഞിട്ട് ബുള്ളറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് ബൈക്കായിട്ട് ഇറക്കിയതാണ് അവർ ഈ വണ്ടി ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അത് ഇറക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ IS ഇൻ്റർനാഷണൽ 6 ഡേ ട്രയൽസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു റാലി പോലത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. അന്ന് ജോൺ ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയാണ് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ആ പുള്ളി അപ്പോൾ ഒരു 15 വർഷം അടുപ്പിച്ച് നല്ലൊരു പൊസിഷനിലായിരുന്നു ആ റേസിൽ. അപ്പോൾ ആ പുള്ളിയുടെ വണ്ടിയുടെ അതേ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇപ്രാവശ്യം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ട്രെയിൽസ് എന്ന് പറഞ്ഞ വണ്ടി ഇറക്കിയേക്കുന്നത്. ഈ ബുള്ളറ്റ് ട്രെയിൽസിൻ്റെ വണ്ടി നമുക്ക് 350 മന്നുണ്ട്, 500 മന്നുണ്ട്. 350 കാർബറേറ്റർ, സെയിം എൻജിൻ, ക്ലാസിക്കിൻ്റെയൊക്കെ സെയിം എൻജിൻ. പിന്നെ 500 എന്ന് പറയുമ്പോൾ സെയിം നമ്മുടെ ക്ലാസിക് 500ൻ്റെ അതേ എൻജിൻ വെച്ചാണ് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പഴയ വണ്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് വണ്ടി കാണുന്നുണ്ടത്. ഇതാണ് ബുള്ളറ്റ് ട്രെയിൽസ്. ഞാൻ ഇത്രയും ഒരു ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ബുള്ളറ്റ് ട്രെയിൽസ്. ഇതാണ് അവരുടെ കോൺസെപ്റ്റ് വണ്ടി. ഈ വണ്ടിയിൽ നിന്നാണ് അവരിപ്പോൾ ഈ ഡിസൈൻ പുതിയത് ചെയ്തേക്കണത്. യെസ്, അപ്പോൾ ഇതാണ് ബൈക്ക്. അപ്പോൾ നമ്മൾ ദൂരെ നോക്കുമ്പോൾ വണ്ടി ശരിക്കും ഒരു വേറൊരു ബൈക്കായിട്ടേ തോന്നുള്ളൂ, ലൈക്ക് ഒരു റോയൽ എൻഫീൽഡായിട്ട് തോന്നൂല പെട്ടെന്ന് ഇപ്പോൾ. പക്ഷേ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും സെയിം റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിൻ്റെയും പിന്നെ കോണ്ടിനെൻ്റൽ GTയുടെ പാർട്സുമാണ് ഇതിലുള്ളത്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പറയാൻ പോയാൽ മെയിനായിട്ട് നമ്മൾ ഒരു സ്റ്റോക്ക് വണ്ടിയിൽ വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ. അതായത് നമ്മുടെ ഫോഗ് ഗേറ്റേഴ്സ് എന്ന് പറയും. ഈ ബ്ലാക്ക്, ഈ റബ്ബർ ബുഷ്, ഇത് ഫോഗ് ഗേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ ഓൾറെഡി ഇതിലുണ്ട്. പിന്നെ വേറെ നമ്മുടെ പഴയ ക്ലാസിക് വെച്ച് നോക്കുവാണെങ്കിൽ മഡ് ഗാർഡ്, അതും അവർ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും. പിന്നെ ഫ്രണ്ട് ടയേഴ്സ്, അത് സിയറ്റിൻ്റെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ് ഇട്ടേക്കണത്. അപ്പോൾ അതും ഒരു പുതിയ കാര്യമാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൽ. പിന്നെ നോക്കാൻ പോയാൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാൻ പോയാൽ നമ്മുടെ പഴയ കോണ്ടിനെൻ്റൽ GTയുടെ അതേ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെയുള്ള ഗ്രില്ല്, ഇത് ഒരു എക്സ്ട്രാ ആക്സറി വന്നതാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങി വെക്കണം. ഇത് നമ്മൾ ഈ സൈഡിലേക്ക് പോകാൻ പോയാൽ നമുക്കുള്ളത് ടാങ്കാണ്. ഇത് ശരിക്കും സെയിം റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ അതേ ടാങ്കാണ്. 13.5 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. പിന്നെ ഈ എംബ്ലം നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ പുതിയ മോഡൽ ഇൻ്റർസെപ്റ്ററിൻ്റെ അതേ എംബ്ലമാണ് ഇതിൽ വെച്ചേക്കുന്നത്. പിന്നെ എഞ്ചിനെ പറ്റി പറയാൻ പോയാൽ 346cc 19.8 bhp 27 Nm ടോർക്കാണ്. ഗിയർ ബോക്സും ആണെങ്കിൽ 5 സ്പീഡ് സെയിം ക്ലാസിക്ക് തന്നെ അതേ ഗിയർ ബോക്സാണ് ഇതിന്. പിന്നെ നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഫ്രെയിം, നമ്മുടെ ഫുൾ ഫ്രെയിം നമ്മൾ പൈസ മുടക്കി ചെയ്യാൻ പോയാൽ നല്ല റേറ്റ് ആവും. ഇത് നോക്കുവാണെങ്കിൽ റോയൽ എൻഫീൽഡ് നമുക്കത് ചെയ്ത് തന്നെ ഉണ്ട്. ഫുൾ ആ ഫ്രെയിം മൊത്തം റെഡാക്കി തന്നെ ഉണ്ട്. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ 48 എന്ന് പറഞ്ഞ് എഴുതിയേക്കണ പീസ്, ഇതും ഒരു എക്സ്ട്രാ ആക്സസറിയാണ്. ഇത് നമ്മൾ വേറെ വാങ്ങി വെക്കേണ്ടതാണ്, ഇത് ഇതിൻ്റെ ഒപ്പം വന്നതല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ റിയർ ഡിസ്ക് ഉണ്ട്, അത് ABS ആണ്. ഇത് ഡുവൽ ചാനൽ ABS ആണ് വന്നത്. ബാക്ക് സസ്പെൻഷനൊക്കെ സെയിം ക്ലാസിക്കിൻ്റെ അതേ സസ്പെൻഷനാണ് ഇതിന്. ഇതിൽ സിയറ്റിൻ്റെ ടയേഴ്സാണ് ഇട്ടേക്കണത്. അതും സെയിം സിയറ്റിൻ്റെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ് ഇതിൽ. പിന്നെ നമ്മൾ നോക്കാൻ പോയാൽ ബാക്കിലേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ്, അത് സെയിം പഴയ കോണ്ടിനെൻ്റൽ GTയുടെ അതേ മോഡൽ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സുമാണ് ഇതിന്. പിന്നെ അതേ മഡ് ഗാർഡിൽ നോക്കിയാലും ഭയങ്കര വ്യത്യാസമുള്ള മഡ് ഗാർഡാണ്. ഇതും ഒരു എക്സ്ട്രാ പീസാണ് ഇതിൽ. ഇത് നമുക്ക് വേണമെങ്കിൽ ഊരി വെക്കാം. ഇത്തിരി മഡ് ഗാർഡിൻ്റെ എക്സ്റ്റൻഷൻ പോലെയാണ് അത് ആക്ട് ചെയ്യണത്. പിന്നെ ഈ സൈഡിലേക്ക് വരാൻ നോക്കിയാൽ നമുക്ക് മെയിനായിട്ട് തോന്നുക എക്സോസ്റ്റ് ഭയങ്കര പൊക്കിയാണ് വെച്ചേക്കണത്. ഇത് ബേസിക് ആയിട്ട് അവർ ഓഫ് റോഡിങ്ങിന് വേണ്ടി തന്നെ വെച്ചേക്കണ ഒരു എക്സോസ്റ്റാണ്. ലൈക്ക് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കല്ലിലൊന്നും നമ്മുടെ എക്സോസ്റ്റ് വരയാണ്ടിരിക്കാൻ, അങ്ങനെ ഒരു ഇതിനാണ് ഈ എക്സോസ്റ്റ് അവർ ഇത്രയും പൊക്കി വെച്ചേക്കണത്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ സീറ്റ്, ഇതൊരു സിംഗിൾ സീറ്റ് വണ്ടിയായിട്ടാണ് റോയൽ എൻഫീൽഡ് ഇറക്കിയേക്കണത്. പിന്നെ ബാക്കിൽ ഇതിന് അവർ സീറ്റിന് പകരം കൊടുത്തേക്കണ ഒരു കാരിയറാണ്, ലഗേജ് കാരിയറാണ് ഇതിന് കൊടുത്തേക്കണത്. പിന്നെ ഈ ലഗേജ് കാരിയർ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് ഒരു കളഞ്ഞ സീറ്റ് വെക്കാമെന്ന്. പക്ഷെ പറ്റില്ല, ബാക്കിലത്തെ ഫുഡ് പെഗ് ഇല്ല. ഈ എക്സോസ്റ്റ് ഇത്രയും പൊങ്ങിയിരിക്കണോണ്ട് ബാക്കിൽ ഫുഡ് പെഗ് ഇല്ല ഇതിന്. അപ്പം നമുക്ക് ഒരു ബാക്കിൽ റിയർ സീറ്റ് പില്ലിയണ ഇരുത്തണമെങ്കിൽ തന്നെ നമ്മൾ ഫുഡ് പെഗ് എക്സ്ട്രാ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടി വരും. ഉള്ള ഹാൻഡിൽ ബാർ ഇതിൻ്റെ വന്നത് നമ്മുടെ ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ ബാറാണ് വന്നത്. അതിൽ അവർ പിടിപ്പിച്ചേക്കണ ഒരു ബ്രേസസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ആ ബ്രേസസ് പിടിപ്പിച്ചേക്കണമെന്ന് വെച്ചാൽ ഇത്രയും കൂടെ ഹാൻഡിൽ ബാർ സ്ട്രോങ് ആവാൻ വേണ്ടിയാണ് പിടിപ്പിച്ചേക്കണേ. പിന്നെ ഉള്ളത് ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു കവർ,
ഇതൊരു എക്സ്ട്രാ ആക്സസറിയാണ്. ഇത് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങേണ്ട കാര്യമാണ്. മിറേഴ്സ് ആയാലും സെയിം ഓൾഡ് മിറേഴ്സ്, റോയൽ എൻഫീൽഡിൻ്റെ പഴയ മിറേഴ്സ് തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. ബാക്കിയെല്ലാം ബേസിക്കാണ്. മീറ്റർ ആയാലും എല്ലാം ബേസിക്കായിട്ടുള്ള ക്ലാസിക്കിൽ തന്നെ അതേ കാര്യങ്ങളാണ് ഇതിന് വെച്ചേക്കുന്നത്. വണ്ടി നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റ് വലിയ വ്യത്യാസമുണ്ടെന്ന് അറിയാം. വെയിറ്റ് നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. സെയിം ഏകദേശം 4 കിലോ എന്തോ കുറവേ ഉള്ളൂ ക്ലാസിക്കിനേക്കാളും. പിന്നെ ചെറിയൊരു വ്യത്യാസം തോന്നണമെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാർ നമുക്ക് ഇത്തിരി ഹൈറ്റായിട്ട് തോന്നും. കാര്യം ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ ബാറാണ് അതിന് വെച്ചേക്കുന്നത്. വേറെ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. സ്വിച്ചസ് ആയാലും എല്ലാം അതേ സെയിം പൊസിഷനാണ്. ഹൈറ്റ് ആയാലും ഈ ക്ലാസിക്കിൻ്റെ അതേ ഹൈറ്റാണ് ഇതിന് തന്നെ. അതും ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഞാൻ വണ്ടി ഇപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കാനാണ്. അപ്പോൾ അപ്പോൾ ഇരുന്ന് നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് വെച്ചാൽ ടാങ്ക് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാര്യം ടാങ്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റിയൊരു ഷേപ്പല്ല ടാങ്കിൻ്റെ. അത് മാത്രമേ ഒരു കുറവായിട്ട് തോന്നിയുള്ളൂ. ഇപ്പോൾ ഈ വണ്ടിയിൽ നമ്മളിപ്പോൾ ഭയങ്കര ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണെന്ന് വെച്ചാൽ അല്ല. ഹിമാലയന് കോമ്പറ്റീഷൻ ആണോയെന്ന് വെച്ചാൽ അല്ല. ഹിമാലയൻ ഒരു കോമ്പറ്റീഷനും അല്ല. ഇത് ഹിമാലയൻ വേറെ ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. ഇത് നമുക്ക് ചെറിയ ഓഫ് റോഡും അങ്ങനെ ചെറിയൊരു ആഗ്രഹങ്ങളുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ് ബുള്ളറ്റ് ട്രെയിൽസ്. ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ വണ്ടിയുടെ വില പറയാൻ പോയാൽ നമ്മുടെ ട്രെയിൽസ് 350യുടെ വില 1.88 വില. ഓൺ റോഡ് പ്രൈസാണ്. ട്രെയിൽസ് 500ൻ്റെ വില 2.38. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് മേരീസ് ഷോറൂമിലാണ്. എന്തെങ്കിലും ബുക്കിങ്സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. യെസ്, അപ്പോൾ അതായത് എൻ്റെ ഇന്നത്തെ വ്ളോഗ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഉണ്ട്. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.